Hi dears, welcome back to my channel. ഇന്ന് നമ്മൾ ചുരിദാറിലേക്ക് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്തെടുക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ആദ്യമേ ചെയ്തു കൊടുക്കേണ്ടത് ലീഫാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ കാണുന്ന പോലെ ലീഫ് ഒന്ന് ചെയ്തു കൊടുക്കാം. ആദ്യമേ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ഒന്ന് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ലീഫുകൾ ആദ്യമേ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ വലിയ ലീഫുമാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുൻപും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ കാണുന്ന പോലെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പം സ്റ്റെം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കുഞ്ഞു ലീഫുകൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് കൂടി നോക്കാം. നമുക്ക് ചുരിദാറിൻ്റെയൊക്കെ ചെസ്റ്റിൻ്റെ പോർഷനിലേക്ക് അല്ലെങ്കിൽ കുർത്തിയുടെ ചെസ്റ്റിൻ്റെ പോർഷനിലേക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പം നല്ല ഭംഗിയാണ് ഔട്ട്ലുക്ക് കാണാനായിട്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അതായത് ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റെം സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞു ലീഫ് കൊടുക്കണം. ഇതേപോലെയാണ് കേട്ടോ, നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണ പോലെയാണ് ചെയ്യുന്നത്. സൂചി ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ നൂല് ഇതുപോലെ ചുറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞു ലീഫിൻ്റെ ഒരു മോഡൽ കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ലീഫുകൾ ചെയ്തെടുക്കണം. പിന്നെ ലീഫിൻ്റെ അല്ലാതെ നമ്മൾ ചെയ്യുന്ന ലീഫിൻ്റെ സ്റ്റിച്ച് ഞാൻ പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെയാണ് നമ്മൾ ലീഫും ചെയ്തെടുക്കണം. പിന്നെ ഇന്ന് ഞാൻ ലീഫ് ചെയ്യുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഫ്ലൈയിങ് സ്റ്റിച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചിലാണ് നമ്മൾ ഇന്ന് ലീഫ് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതേപോലെ ഒന്ന് ലീഫിൻ്റെ പാറ്റേൺ ഫുൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ലീഫ് പാറ്റേൺ എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് കൊടുത്തേക്കുന്ന കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും അതേപോലെ നമ്മുടെ ഡോട്ട്സും ആണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യുന്നത് ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത പോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് സെൻട്രലായിട്ടൊരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ പെറ്റൽസും നമുക്ക് ചെയിൻ സ്റ്റിച്ച് പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ. അപ്പം ഇതും ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്ന ഫ്ലവർ ചെയ്യുന്നത്. നമ്മൾ ആ ഫ്ലവർ ബുള്ളിയൻ റോസാണ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ബുള്ളിയൻ നോട്ട്സ് ചെയ്യാൻ നമുക്ക് കാണുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നും. പക്ഷേ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഈ വീഡിയോയിൽ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകുകയുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ബുള്ളിയൻ റോസിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഫ്ലവറും അതേപോലെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തെടുത്തേക്കണത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ 2 ഇതുപോലെ ബുള്ളിയൻ നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ 6 റാപ്പിലാണ് കൊടുത്തിരുന്നത് കേട്ടോ. 6 റാപ്പാണ് കൊടുക്കണം. ഇനി ഇതിൻ്റെ ചുറ്റുമാണ് നമ്മൾ കൊടുക്കാൻ പോണത്. അപ്പോൾ ഇതുപോലെ ചുറ്റും എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ
8 റാപ്പ് കൊടുക്കുക. അതിന് ശേഷം പിന്നെ അതിൻ്റെ പുറത്തേക്ക് വരുമ്പം 10 റാപ്പ് കൊടുക്കുക. അങ്ങനെയാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുത്തേക്കണേ. അപ്പം വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബുള്ളിയൻ റോസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ടൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചുരിദാറിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഭംഗിയായിട്ടുള്ള ഡിസൈനാണ്. ഔട്ട്ലുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.